ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ബാക്ക് ടു ഹോമാണ് മെയിൻ കണ്ടൻറ് എങ്കിലും സ്റ്റാർട്ടിങ് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂം ഒന്ന് വൃത്തിയാക്കണം, അതിനുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളിലാണ്. അപ്പോൾ എൻ്റെ കബോർഡ് മൊത്തം മെസ്സി ആയിട്ട് നടക്കുവാണ്. അപ്പോൾ നല്ല രീതിക്ക് മെസ്സിയായി നടക്കുവാണ്. അപ്പോൾ എനിക്ക് ഈ അലമാരയെല്ലാം അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വൃത്തിയൊന്നും ഇല്ലാത്തതാണ്, പക്ഷേ അല്ല, എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി പിന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കിടക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത്, ഇത് വലിയ ടാസ്ക് തന്നെയാണ് പണി, എന്നാലും ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ പിന്നെ ബാക്ക് ടു ഹോം പോകുന്നതിന് ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ വല്യപ്പയുടെ മോൻ്റെ മാരേജാണ്. അപ്പോൾ അതിനായിട്ട് പിന്നീട് ഞാൻ മാമിയുടെ വീട്ടിൽ മൈലാഞ്ചി ഇടാൻ വന്നു. അപ്പോൾ മാമിയുടെ മോളും നന്നായിട്ട് മൈലാഞ്ചി ഇട്ട് തരും. അവൾ അത്യാവശ്യം ഈ മെഹന്തിയുടെ ഇതൊക്കെ പഠിക്കുകയും അതുപോലെ മെഹന്തി കോണൊക്കെ ഉണ്ടാക്കാനും കാര്യങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം അറിയുന്ന ഒരു കുട്ടിയാണ്. അപ്പം വളരെ നന്നായിട്ടാണ് അവൾ വരയ്ക്കുന്നത്. അപ്പോൾ മാഷാഅല്ലാ നല്ല രസമുണ്ട്. അപ്പം ഇതിൻ്റെ അവളുടെ ഇൻസ്റ്റ പേജ് ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെൻഷൻ ചെയ്തിടാം. ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുളിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ നിസ്കാരം ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് അത്ര കാണിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം അതൊക്കെ നമ്മൾ ഓരോരുത്തർ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും കാണിക്കാൻ പറഞ്ഞിട്ടല്ല എങ്കിൽ പോലും ഞാൻ ഒരു തവണ കാണിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ ഈ ഒരു ഫേവററ്റ് പെർഫ്യൂം തീർന്ന് അതിൽ വിഷമുണ്ട് ഗൈസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ആഫ്റ്റർ എഫക്റ്റ് ഫോർ മെഹന്തി. അപ്പം മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പുറത്തൊക്കെ പോയിട്ട് കാണിക്കാം. അപ്പം ഇന്ന് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ റെഡിയാവാം. അപ്പോൾ റെഡി ആയിട്ട് വരും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഫുൾ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകണം. അപ്പം ഇനി അങ്ങോട്ടുള്ള എൻ്റെ വ്ളോഗ്സ് മൊത്തം വെഡ്ഡിങ് വ്ളോഗ് അങ്ങനെ വ്ളോഗ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് കാറിൽ വെട്ടം വന്നപ്പം ഞാൻ എടുത്തതാണ്. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? പിന്നെ ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴി ഒരു കടയിൽ വെച്ച് ചായ കുടിക്കാൻ നിർത്തി. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ ആ ഒരു മെഹന്തിയുടെ ഇത് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എൻ്റെ ഒരു പിക്ക് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇടാം. ഓക്കെ. അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഒരു ആഫ്റ്റർ മാരേജ് അവരുടെയൊക്കെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ബാക്ക് ടു ഹോം ഈസ് വെരി ഹാപ്പിയാണ്. അപ്പം എനിക്ക് രണ്ടിടത്ത് നിൽക്കുന്നത് ഹാപ്പിയാണ്, ഓക്കെയാണ്, അൽഹംദുലില്ലാ, എല്ലാം സെറ്റാണ്. അപ്പോൾ ഇതേ കണക്ക് പോട്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.